നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഈ ലോകത്തിൽ യാതൊന്നും തന്നെ ശാശ്വതമായിട്ട് നിലനിൽപ്പുള്ളതല്ല. എല്ലാം അശാശ്വതമാണ്, എല്ലാം നശ്വരമാണ്. നിരന്തരമായിട്ട് വന്നും പോയും നിൽക്കും. വരുന്നതിനും പോകുന്നതിനും ഇടയ്ക്ക് കുറെ കാലം അവർ ഈ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കും. ഇതെല്ലാം കാലത്തിൻ്റെ നിർമ്മിതിയാണ്. അതുകൊണ്ടാണ് അങ്ങയുടെ മനസ്സിൽ ഇപ്പോഴും മാറ്റം സംഭവിക്കാത്തത്. ജ്ഞാതീനാം വൈ കുരൂണാം ച സംബന്ധി സുഹൃദാം തഥാ ധർമ്മ്യം ദേശയബന്ധാനം സമർത്ഥോ ഹ്യസിവാരണേ. എന്നിട്ട് നേരിട്ട് വീണ്ടും അദ്ദേഹം മഹാരാജാവിനോട് പറയാണ്, അങ്ങയുടെ ബന്ധുക്കളാണ് രണ്ടു വശത്ത് നിൽക്കുന്നവർ. രണ്ടു വശത്ത് നിൽക്കുന്നവരും കുരുക്കൾ തന്നെ, കൗരവന്മാർ തന്നെ. പാണ്ഡവന്മാരും കൗരവന്മാർ തന്നെ. അവർ കുരുവംശത്തിൽ പിറന്നവരാണ്. ഈ കിരീടത്തിന് അവകാശമുള്ളവരാണ്. ഈ രാജ്യത്തിനും സിംഹാസനത്തിനും അവകാശമുള്ളവരാണ്. അങ്ങനെ അങ്ങയുടെ ബന്ധുക്കളായിരിക്കുന്ന കുരുക്കളാണ്, കൗരവന്മാരാണ് രണ്ടു പക്ഷത്തുമായിട്ട് അണിനിരന്നിരിക്കുന്നത്. പിന്നെയോ അങ്ങയുടെ സംബന്ധക്കാർ, അതേപോലെ അങ്ങയുടെ സുഹൃത്തുക്കൾ, രണ്ടു വശത്തും അങ്ങയുടെ സംബന്ധികളും സുഹൃത്തുക്കളും തന്നെ. അങ്ങയ്ക്ക് ബന്ധമില്ലാത്തവരായിട്ട്, വേണ്ടപ്പെട്ടവരല്ലാത്തതായിട്ട് ആരും തന്നെയില്ല. ലോകം ഒരു കുടുംബം. ഇത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ആദർശമാണ്. ലോകം ഒരു കുടുംബം. ബന്ധുത്വം നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഈ ലോകത്തിൽ സർവ്വ മനുഷ്യരും സർവ്വ മൃഗങ്ങളും സർവ്വ പക്ഷികളും വൃക്ഷങ്ങളും എല്ലാം ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്, സഹോദരങ്ങളാണ്. വസുധൈവ കുടുംബകം എന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്തെ ഋഷിമാർ വിളിച്ചു പറഞ്ഞു. അതാണ് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് എല്ലാവരും അങ്ങയുടെ ജ്ഞാതികളും സംബന്ധികളും സുഹൃത്തുക്കളുമാണ്. അങ്ങയ്ക്ക് ബന്ധമില്ലാത്തവരായിട്ട് ആരും രണ്ടു പക്ഷത്തുമില്ല. ഏത് പക്ഷത്തിൽ ആപത്തുണ്ടായാലും അത് അങ്ങയ്ക്ക് തന്നെ വരുന്ന ആപത്താണ്. അതിനാൽ ഇനിയും അവസരമുണ്ട്, നിമിഷങ്ങൾ ഇനിയുമുണ്ട്. അങ്ങ് എന്ത് വേണം? ധർമ്മ്യം ദേശയബന്ധാനം. അല്ലയോ മഹാരാജാവേ, ധർമ്മത്തിൻ്റെതായ മാർഗത്തെ അങ്ങ് ഉപദേശിക്കുക. യുദ്ധം ധർമ്മത്തിൻ്റെ പന്ഥാവല്ല. ധർമ്മം ഒരിക്കലും യുദ്ധത്തെ അംഗീകരിക്കുന്നില്ല. ഒരു ജീവിയുടെയും വധത്തെ, ഒരു ജീവിയുടെയും പീഡനത്തെ, ഒരു ജീവിയുടെയും ദുഃഖത്തെ ധർമ്മം അംഗീകരിക്കുന്നില്ല. ധർമ്മം അതിന് വിപരീതമാണ്. ആരും ദുഃഖിക്കരുത്. ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ഗോവ് മുതൽ ബ്രാഹ്മണൻ വരെ, ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനി, ഗോവ് മുതൽ ബ്രഹ്മജ്ഞാനി വരെ എല്ലാവർക്കും ശുഭമുണ്ടാകട്ടെ. ഇതാണ് ഭാരതത്തിൻ്റെ പ്രാർത്ഥന. ഗോ ബ്രാഹ്മണേഭ്യോ എന്നുള്ളതിന് പലരും തെറ്റായിട്ട് അർത്ഥം പറയും. സംസ്കൃതം അറിഞ്ഞുകൂടാതെ സംസ്കൃത ഭാഷയിലെ പ്രയോഗങ്ങളെ തെറ്റിച്ച് ഉപദേശിക്കും. ഗോവിനും ബ്രാഹ്മണനും ശുഭമുണ്ടാകട്ടെ എന്നാണ് പലരും അർത്ഥം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്നത്. ഗോ ബ്രാഹ്മണേഭ്യോ എന്നാണ് പ്രയോഗം. ഗോ ബ്രാഹ്മണേഭ്യോ എന്നുള്ളത് ബഹുവചനമാണ്. സംസ്കൃത ഭാഷയ്ക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏകവചനവും ബഹുവചനവും മാത്രമല്ല, ദ്വിവചനം കൂടിയുണ്ട്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഒന്ന് ആണെങ്കിൽ ഏകവചനം, രണ്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ബഹുവചനമാണ്, ഇംഗ്ലീഷിൽ ബഹുവചനമാണ്. എന്നാൽ സംസ്കൃതത്തിൽ ദ്വിവചനമാണ്, ബഹുവചനമല്ല. പിന്നെ മൂന്നോ അതിലേറെയോ ആണെങ്കിൽ ബഹുവചനം. ഇതാണ് സംസ്കൃതത്തിലെ വ്യവസ്ഥ. ഗോ ബ്രാഹ്മണേഭ്യോ എന്ന ബഹുവചനം. അപ്പോൾ ഗോവിനും ബ്രാഹ്മണനും ശുഭം ഉണ്ടാകട്ടെ എന്നല്ല. ഗോവ് മുതൽ
ബ്രഹ്മജ്ഞാനി വരെ. ഗോവ് എന്ന് പറഞ്ഞാൽ പശു എന്ന് പൊതുവിൽ അർത്ഥം, നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന അർത്ഥം, സകല ജന്തുക്കളും ആ പദം കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നു. ബുദ്ധി വികസിച്ചിട്ടില്ലാത്ത ജീവന്റെ ആദിസ്ഫുരണം മുതൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിൽ എത്തി നിൽക്കുന്ന മഹാജ്ഞാനി വരെ എല്ലാവർക്കും, മനുഷ്യനെന്നോ മൃഗമെന്നോ പക്ഷിവൃക്ഷാദികളെന്നോ വൈറസെന്നോ ഭേദമില്ലാതെ എല്ലാറ്റിനും ശുഭമസ്തു, നിത്യം ശുഭമസ്തു, എന്നും ശുഭമുണ്ടാകട്ടെ. അതാണ് ഭാരതത്തിൻ്റെ പ്രാർത്ഥന, അതാണ് ധർമ്മമായിട്ടുള്ളത്. ആ പന്ഥാവിനെ, അല്ലയോ മഹാരാജാവേ, ദേശയ, അങ്ങ് കൽപ്പിച്ചാലും ഉപദേശിച്ചാലും അങ്ങ് ആജ്ഞാപിച്ചാലും ആ ആജ്ഞ എല്ലാവരും അനുസരിച്ചേ പറ്റൂ. ക്ഷുദ്രം ജ്ഞാതിവാദം പ്രാഹുർ മാ കുരുഷ്വ മമാ പ്രിയം. ജ്ഞാതി ജനങ്ങളെ, ബന്ധുജനങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടു പക്ഷത്തും. 18 അക്ഷൗഹിണികളും ബന്ധുക്കളാണ്. ആ മൃഗങ്ങളും ബന്ധുക്കളാണ്. ആനയും കുതിരയും എല്ലാം ബന്ധുക്കളാണ്. അങ്ങനെ ബന്ധുജനങ്ങളെ കൊല്ലുന്നത് ഏറ്റവും ഹീനമാണ്, ക്ഷുദ്രമാണ്, ഏറ്റവും ഹീനമാണ്. ഒരിക്കലും അത് അരുത് എന്നങ്ങ് കൽപ്പിച്ചാലും എന്ന് വ്യാസൻ ആ രാജാവിനോട്, കൽപ്പിക്കാൻ അധികാരമുള്ള രാജാവിനോട്, അദ്ദേഹം കൽപ്പിച്ചാൽ ഉടൻ നടപ്പാകുമെന്ന് ഉറപ്പാണ്. നടപ്പിലാക്കാൻ ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, കൃഷ്ണനുണ്ട്. നടപ്പാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാസൻ ആ രാജാവിനോട്, അധികാരമുള്ള രാജാവിനോട് ആവശ്യപ്പെടുകയാണ്. ജ്ഞാതിവധം, ബന്ധുജനങ്ങളെ കൊല്ലുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് മാത്രമല്ല, എനിക്ക് അപ്രിയമാണ്, എനിക്കിഷ്ടമല്ല. തൻ്റെ കാര്യവും പറയാണ്. ഇവരെല്ലാം എൻ്റെ ജ്ഞാതികളാണ്, ഞാൻ തന്നെയാണ് ഇവരെല്ലാം, എനിക്ക് പ്രിയമല്ല. അല്ലയോ മഹാരാജാവേ, അങ്ങ് എൻ്റെ അപ്രിയം ചെയ്യരുത്, എനിക്ക് അപ്രിയം ചെയ്യരുത്, എനിക്കിഷ്ടമല്ലാത്തത് അങ്ങ് ചെയ്യരുത്. ആരാ ഞാൻ? ഇപ്പോൾ ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ അങ്ങയുടെ പിതാവാണ് എന്നുള്ളതും അതിനകത്തുണ്ട്. അത് ധൃതരാഷ്ട്രന് അറിയുന്ന കാര്യമാണല്ലോ. അങ്ങനെ പിതാവായിട്ടും ഗുരുവായിട്ടും ഒരു ഋഷിയായിട്ടും ഒക്കെ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അങ്ങ് ചെയ്യരുത്. അങ്ങ് ഉടനെ തന്നെ യുദ്ധം പാടില്ല എന്ന് ആജ്ഞ പുറപ്പെടുവിക്കൂ. ഒരിക്കലും യുദ്ധം നടക്കാതിരിക്കട്ടെ. കാലോയം പുത്രരൂപേണ തവ ജാതോ വിശാംബതേ. അല്ലയോ രാജാവേ, വിശാംബതേ രാജാവേ, കാലമാണ് മകന്റെ രൂപത്തിൽ അങ്ങയ്ക്ക് ലഭിച്ചിരിക്കുന്നത്, അങ്ങയ്ക്ക് പിറന്നിരിക്കുന്നത്. അങ്ങയുടെ മകനുണ്ടല്ലോ ദുര്യോധനൻ, അവൻ കാലനാണ്. കാലൻ തന്നെ അങ്ങയെ നശിപ്പിക്കാൻ വേണ്ടി, ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി, കുരുവംശത്തെ നശിപ്പിക്കാൻ വേണ്ടി അങ്ങയുടെ പുത്രനായി പിറന്നു. ആ പുത്രനോടുള്ള വാത്സല്യാതിരേകം മൂലം അങ്ങ് ലോകത്തെ മുഴുവൻ തകർക്കുന്നതായ പുത്രന്റെ ആ ആഗ്രഹത്തിന് അങ്ങ് കൂട്ടുനിൽക്കുന്നു. ഒരു കാര്യം അങ്ങ് ഓർക്കുക, അങ്ങ് രാജാവാണ്. രാജാവ് ധർമ്മത്തെ രക്ഷിക്കാനുള്ളവനാണ്. ധർമ്മത്തിന്റെ മഹാഗ്രന്ഥമാണ് വേദം. ആ വേദത്തെ അങ്ങ് രക്ഷിക്കണം, വേദത്തിന്റെ സന്ദേശത്തെ അങ്ങ് രക്ഷിക്കണം. അങ്ങ് അതിന് വിപരീതം ആചരിക്കരുത്. നവധ പൂജ്യതേ വേദേ. വേദത്തിൽ ഒരിക്കലും വധം അംഗീകരിച്ചിട്ടില്ല. വേദമന്ത്രങ്ങൾ ഒരിക്കലും ആരെയും കൊല്ലുന്നത് അംഗീകരിച്ചിട്ടില്ല. ഹിതം നൈവ കഥഞ്ചന. അതൊരിക്കലും ആർക്കും ഹിതമല്ല. വേറൊരാളെ വേദനിപ്പിക്കുന്നത്, വേറൊരാളെ കഷ്ടപ്പെടുത്തുന്നത്, വേറൊരാളെ കൊല്ലുന്നത്, മനുഷ്യനായാലും മൃഗമായാലും എന്തു തന്നെയായാലും അത് ഒരിക്കലും ഹിതമല്ല. ചെയ്യുന്ന പ്രവൃത്തി തിരിച്ചടിക്കും. ചിലപ്പോൾ അത് കുറെ കാലം കഴിഞ്ഞ്, ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ ചെയ്യുന്ന ആളിലേക്ക് തന്നെ വരും. അതാണ് ഒരിക്കലും ഹിതമല്ലാതെ വേദം അതുകൊണ്ട് അതിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് വ്യാസൻ സ്പഷ്ടമായി പറയുന്നു. ഇനി അതിനകത്ത് ഇനിയും അനേകം അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുന്നു. വേദത്തിന്റെ പേരിൽ യജ്ഞാദി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് യജ്ഞങ്ങൾ വേദത്തിൽ വിധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ജന്തുവധം വേദം വിധിച്ചിട്ടില്ല. യജ്ഞത്തിൽ ജന്തുവധം ചെയ്യാമെന്ന് വേദം സംബന്ധിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. വധത്തെ, ഏതു പ്രകാരത്തിലുള്ള വധത്തെയും വേദം എതിർക്കുന്നു. ജന്തുവധം പറഞ്ഞിട്ടില്ല. പക്ഷേ
യജ്ഞങ്ങൾ സംഘടിപ്പിച്ചിട്ട് കുറേ ആളുകൾ, എല്ലാവരുമല്ല, കുറേ ആളുകൾ വേദവിരുദ്ധമായ ജന്തുഹിംസാദികൾ ചെയ്തു. അതിനെ ഭഗവാൻ ഗൗതമബുദ്ധൻ തുറന്നുകാട്ടി, അരുത് എന്ന് പ്രഖ്യാപിച്ചു. അതിനെ അദ്ദേഹം പ്രതിബന്ധിച്ചു. വേദാധികാര നിരൂപണത്തിൽ ചട്ടമ്പിസ്വാമികൾ വളരെ വിശദമായിട്ട് അത് ചർച്ച ചെയ്യുന്നുണ്ട്. ജന്തുഹിംസ വേദം അംഗീകരിച്ചിട്ടില്ല. നോക്കിക്കോണം, വ്യാസൻ ഇത് പല പ്രകാരത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് പറയും. പിന്നെ നേരിട്ട് വേദത്തിൽ ജന്തുഹിംസ അംഗീകരിച്ചിട്ടില്ലെന്ന് പറയും. യജ്ഞകർമ്മങ്ങളിൽ ജന്തുഹിംസ പാടില്ല എന്ന് പറയും. യജ്ഞകർമ്മങ്ങളിൽ വേദം ജന്തുഹിംസ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പറയും. ഇതെല്ലാം നമുക്ക് ഈ മഹാഭാരതത്തിനകത്ത് പല സന്ദർഭങ്ങളിലായിട്ട് കേൾക്കാം. അതും ഇതിനകത്ത് കിടക്കുന്നു. ന വധ പൂജ്യതേ വേദേ, വധം, കൊല, അത് വേദം അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊരിക്കലും അങ്ങയ്ക്ക് ക്ഷേമമല്ല, ലോകത്തിൽ ആർക്കും ക്ഷേമമല്ല. അങ്ങ് ഉടനെ തന്നെ ഇത് തടഞ്ഞാലും ആരാണോ സ്വന്തം കുലധർമ്മത്തെ രക്ഷിക്കാതെ ആ കുലധർമ്മത്തെ കൊല്ലുന്നത്, ഹന്യാത്സ ഏനം യോ ഹന്യാത് കുലധർമ്മം സ്വികാന്തനും. സ്വികാന്തനും, തൻ്റെ ശരീരം പോലെയാണ് കുലധർമ്മം. ഓരോരുത്തരും അവരവരുടെ ശരീരത്തെ രക്ഷിക്കണം, അതേപോലെ തന്നെ കുലധർമ്മത്തെ രക്ഷിക്കണം. ആരാണോ അവരവരുടെ കുലധർമ്മത്തെ രക്ഷിക്കാത്തത്, അവരെ ഈ കുലധർമ്മം ഹിംസിക്കും എന്നറിഞ്ഞുകൊള്ളുക. ഏതൊരു വ്യക്തിയും കുലധർമ്മത്തെ രക്ഷിച്ചില്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തതായ ആ ധർമ്മം, ആപത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതായ ആ ധർമ്മം അങ്ങനെ തന്നെ ആപത്തിലേക്ക് എറിഞ്ഞയാളിനെ ഹിംസിക്കും എന്നറിഞ്ഞുകൊള്ളുക. അങ്ങയുടെ കുലധർമ്മം ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങ് രാജാവാണ്, ഭരണാധിപനാണ്, ഒരൊറ്റ അധികാരമാണ് അങ്ങയ്ക്ക് ഉള്ളത്, ലോകത്തെ രക്ഷിക്കുക എന്നുള്ളത്. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി അങ്ങയ്ക്ക് എല്ലാ രീതിയിലുമുള്ളതായ മണ്ഡലങ്ങളിൽ, കൃഷിയുടെ മണ്ഡലത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ മണ്ഡലത്തിലും വ്യവസായത്തിൻ്റെ മണ്ഡലത്തിലും വേണ്ടുന്ന എല്ലാ പരിഷ്കാരങ്ങളും ചെയ്യാം. ലോകഹിതത്തിനു വേണ്ടി, തനിക്ക് ലാഭമുണ്ടാക്കാനല്ല, ലോകഹിതത്തിനു വേണ്ടി എല്ലാവർക്കും അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങയ്ക്ക് ചെയ്യാം. അതാണ് അങ്ങയുടെ കുലധർമ്മം. ആ കുലധർമ്മത്തെ അങ്ങ് രക്ഷിച്ചില്ലെങ്കിൽ, പകരം കുലധർമ്മം വിട്ടിട്ട് അങ്ങ് ഭീഷണമായിട്ടുള്ള യുദ്ധത്തിന് ഈ പ്രകാരത്തിൽ ഇതാ ആജ്ഞ കൊടുത്തിരിക്കുന്നു, അങ്ങ് തന്നെ യുദ്ധത്തിന്. ആ ആജ്ഞ അങ്ങ് കുലധർമ്മത്തെ ധ്വംസിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. എന്ത് പറ്റും വെച്ച് കഴിഞ്ഞാൽ ആ ആജ്ഞ തന്നെ അങ്ങയെ ധ്വംസിക്കും. അങ്ങയുടെ കുലധർമ്മം വെടിഞ്ഞുകൊണ്ട് അങ്ങ് യുദ്ധത്തിനായി കൊടുത്ത ആജ്ഞ അങ്ങയെ ധ്വംസിക്കും, അങ്ങയുടേതായിട്ടുള്ള സർവത്തിനെയും ധ്വംസിക്കും. ഇനി അങ്ങയ്ക്ക് സമാധാനം എന്നത് ഉണ്ടാവില്ല. കുലസ്യാസ്യ വിനാശായ തഥൈവ ച മഹീക്ഷിതാം അനർത്ഥോ രാജ്യരൂപേണ തവജാതോ വിശാംബതേ. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ കയ്യിൽ രാജാധികാരം വന്നു, രാജ്യം വന്നു, രാജാധികാരം വന്നു. ഇതുകൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങയ്ക്ക് യഥാർത്ഥത്തിൽ ധർമ്മത്തെ രക്ഷിക്കുവാനുള്ളതായ സന്മനസ്സില്ലാതെ പോക്കൊണ്ട് കുലധർമ്മം നഷ്ടപ്പെടാൻ അത് കാരണമായി തീർന്നു. ഈ വംശം തന്നെ, ഈ കുരുവംശം തന്നെ, കൗരവന്മാരുടെ പരമ്പര തന്നെ നഷ്ടപ്പെടാനുള്ളതായ ഗതികേട് അങ്ങയുടെ ഈ ദുഷ്ടമായ സ്വഭാവം മൂലം വന്നു ചേർന്നു. അനേകം രാജാക്കന്മാർക്കും ഇതേ അവസ്ഥ വന്നുപെടാനുള്ള ദുർവിധി അങ്ങയുടെ ഈ അധർമ്മനിഷ്ഠ കൊണ്ട് വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ അവസരത്തിൽ, അല്ലയോ മഹാരാജാവേ, ഈ രാജ്യം കൊണ്ടൊന്നും അങ്ങയ്ക്കൊരു പ്രയോജനവുമില്ല, ഈ രാജാധിപത്യം കൊണ്ട് അങ്ങയ്ക്കൊരു പ്രയോജനവുമില്ല. അങ്ങയുടെ മകനെ രാജാവാക്കാൻ വേണ്ടി അങ്ങ് ചെയ്യുന്ന ഈ യുദ്ധം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങയ്ക്ക് ദുഃഖമല്ലാതെ വിനാശമല്ലാതെ വേറൊന്നുമില്ല. അതിനാൽ വീണ്ടും ഒന്നുകൂടി ഞാൻ അങ്ങയോട് പറയുന്നു, യശോ ധർമ്മം ച കീർത്തിം ച പാലയൻ സ്വർഗമാപ്സ്യസി. അല്ലയോ മഹാരാജാവേ, അങ്ങ് യശസ്സിനെ രക്ഷിക്കണം, ധർമ്മത്തെ രക്ഷിക്കണം, കീർത്തിയെ രക്ഷിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങയ്ക്ക് ശ്രേയസ്സുണ്ടാകും, സ്വർഗമുണ്ടാകും, സർവപ്രകാരേണയുമുള്ള സുഖങ്ങൾ ഈ ഭൂമിയിലും ഉണ്ടാകും. ഈ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ സ്വർലോകത്തും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങ് യശസ്സിനെ രക്ഷിക്കുക,
യുദ്ധത്തെ പ്രതിബന്ധിക്കുക, അഹിംസയെ അങ്ങ് പ്രഖ്യാപിക്കുക. അങ്ങയ്ക്ക് സുഖമുണ്ടാകട്ടെ, പാണ്ഡവന്മാർക്ക് സുഖമുണ്ടാകട്ടെ, അങ്ങയുടെ മക്കൾക്ക് സുഖമുണ്ടാകട്ടെ. ലഭന്താം പാണ്ഡവാരാജ്യം ശമം ഗച്ഛന്തു കൗരവാഹ. പാണ്ഡവന്മാർക്ക് രാജ്യം ലഭിക്കട്ടെ, അവർക്ക് അർഹതപ്പെട്ടതായ രാജ്യം, ഈ ഹസ്തനാപുരത്തിന്റെ പകുതി അത് അവർക്ക് ലഭിക്കട്ടെ. നേരത്തെ അവർക്ക് കൊടുത്തിരുന്നല്ലോ ഇന്ദ്രപ്രസ്ഥാദികൾ, അത് അവർക്ക് ലഭിക്കട്ടെ. ദുര്യോധനാദികൾ ഈ ഹസ്തനാപുരത്തിരുന്ന് രാജ്യം വാഴട്ടെ. അങ്ങനെ അവർക്കും സൗഖ്യമുണ്ടാകട്ടെ, അവർക്കും ആനന്ദമുണ്ടാകട്ടെ. പാണ്ഡവന്മാരും കൗരവന്മാരും സഹോദരങ്ങളാണ്. ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലും ഹസ്തനാപുരത്തും ഇരുന്നുകൊണ്ട് അവർ ഈ ലോകത്ത് മുഴുവൻ ആനന്ദത്തിലേക്ക് നയിക്കട്ടെ, ലോകത്തെ ക്ഷേമത്തിലേക്ക് നയിക്കട്ടെ, ഐശ്വര്യത്തിലേക്ക് നയിക്കട്ടെ. മഹാരാജാവേ, അങ്ങയ്ക്ക് ഈ ഭൂമിയിൽ ശ്രേയസ്സുണ്ടാകുന്നത് അതിനാലാണ്. അങ്ങയ്ക്ക് ശരീരം വിട്ടാൽ പോലും പരലോകങ്ങളിലും സൂക്ഷ്മമണ്ഡലങ്ങളിലും നന്മയുണ്ടാകുന്നത് അതിനാലാണ്. അതിനാൽ അങ്ങ് അഹിംസയുടെ മഹാമന്ത്രം ജപിക്കുക, അഹിംസയുടെ ആജ്ഞയെ പുറപ്പെടുവിക്കുക, യുദ്ധം വേണ്ട എന്ന് ആജ്ഞാപിക്കുക. വ്യാസഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് യുദ്ധത്തിന് തൊട്ടുമുമ്പുള്ളതായ നിമിഷത്തിൽ ധൃതരാഷ്ട്രന്റെ മുന്നിലെത്തിയിട്ട് അഹിംസയുടെ മഹാമന്ത്രം ധൃതരാഷ്ട്രനോട് ഉപദേശിച്ചു. ഇത് ലോകത്തിലെ എല്ലാ ഭരണാധിപന്മാർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഉപദേശമാണ്. ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യജീവിക്കും നൽകപ്പെട്ടിരിക്കുന്ന ഉപദേശമാണ്. ആർക്കും ആരെയും വേദനിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും കഷ്ടപ്പെടുത്താനും നഷ്ടപ്പെടുത്താനും കൊല്ലാനും അധികാരമില്ല. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം രക്ഷിക്കാനും പരസ്പരം വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രേയസ്സിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനും ഉള്ള അധികാരമാണ്, അനുഗ്രഹമാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്നതാണ് അഹിംസയുടെ മാർഗം. ഇതാണ് ദൈവീ സമ്പത്ത്. ആ ദൈവീ സമ്പത്തിൻ്റെ അർത്ഥവ്യാപ്തി വ്യാസഭഗവാൻ അനേകം കഥകളിലൂടെ ഇതിനകത്ത് അനേക സന്ദർഭങ്ങളിൽ നമുക്ക് കാണിച്ചു തന്നു. അതിൽ 2 മാത്രം നാം ഇന്നലെയും ഇന്നുമായിട്ടും കണ്ടു. നാളെ നാം അടുത്തതിലേക്ക് പ്രവേശിക്കുന്നു, സത്യം എന്നുള്ള ദൈവീ സമ്പത്തിലേക്ക് പ്രവേശിക്കുന്നു. നാളെ രാത്രി 8:30 നമുക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടാം. എല്ലാ സജ്ജനങ്ങളെയും ഈ ക്ലാസ്സിനെ കുറിച്ച് അറിയിക്കുക. അതേപോലെ തന്നെ സത്യാനന്ദ സംസ്കൃതി എന്നുള്ളത് ആ യൂട്യൂബ് ചാനലിൽ സ്ഥിരമായിട്ടത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. എല്ലാവരും അതിൽ വരണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.